പക്ഷെ ഈ ഭൗതികവാദം കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് സഖാക്കൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുകയാണോ എന്ന് നമ്മൾ സംശയിക്കുകയാണ്. ഇപ്പം വളരെ രസകരമായിട്ടുള്ളൊരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. വിവാദമായതിനു ശേഷം അവർ ആ പരിപാടി പിൻവലിക്കുകയും ചെയ്തു. ആ പരിപാടി ഇതായിരുന്നു: കണ്ണൂരിൽ നാലമ്പല യാത്രയുമായി CPM. സംഭവം AKG സ്മാരക വായനശാലയും ഗ്രന്ഥാലയം കാളന്തോടുള്ളത് അവരൊരു നാലമ്പല യാത്ര ഓർഗനൈസ് ചെയ്തു. ഒരാളിൽ നിന്ന് 1700 രൂപയോളം ഈടാക്കിക്കൊണ്ട് ഈ നാലമ്പലങ്ങൾ ഉണ്ടല്ലോ, കർക്കടക മാസമാണ്, അപ്പോൾ ആഗസ്റ്റ് 8, 9 ശനി ഞായർ ദിവസങ്ങളിലാണ് ഇത് സംഘടിപ്പിച്ചത്. അപ്പോൾ ശ്രീരാമൻ സിന്ദാബാദ് എന്ന് സഖാക്കൾ വിളിക്കുകയാണോ? ഇതിൻ്റെ തമാശ എന്താന്ന് വെച്ചാല്, നമ്മുടെ കാലം, പുതിയ കാലത്ത് ഈ നാലമ്പല യാത്ര തന്നെ നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ മതം വാണിജ്യവൽക്കരിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ നാലമ്പല യാത്ര. ഇന്ന് വലിയ ആഘോഷമാണ്, വലിയ ബിസിനസ്സാണ്. ശരിക്കും ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റേഴ്സൊക്കെ അതിൻ്റെ പിന്നാലെ നടന്ന് ഓരോരോ പ്രദേശത്ത് ചെന്ന് അവരെ സ്വാധീനിച്ച് അവരെ കൊണ്ട് നാലമ്പല യാത്ര സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ വലിയൊരു അതൊരു വാണിജ്യ പ്രക്രിയയാണ്, അല്ലാണ്ട് ഭക്തി നിർഭരമായ ഒരു സംഭവമല്ല. ഭക്തിയെ വാണിജ്യവൽക്കരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നാലമ്പല യാത്ര വലിയ ആഘോഷമായിട്ടൊന്ന് മാറുന്നത്. അപ്പം അതിൽ തീർച്ചയായിട്ടും ഈ കണ്ണൂരത്തെ AKG വായനശാല സഹാക്കൾ അതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടാകും. അവരെന്തിനാണ് പോസ്റ്റ് പിൻവലിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പോസ്റ്റ് ഈ പരിപാടി പിൻവലിച്ചു. ആ പരിപാടി എന്തിനാ പിൻവലിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതൊരു ടൂറിസമാണ്, അതല്ലാണ്ട് അതൊരിക്കലും പോലും ഒരു ഭക്തിയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിൽഗ്രിം ടൂറിസം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ പിൽഗ്രിം ടൂറിസം എന്ന് പറയുന്നത് പുതിയ കാലത്തെ ഒരു മാർക്കറ്റിംഗ് പ്രോസസ്സാണ്. ശരിക്കും അത് നല്ല രീതിയിൽ എല്ലായിടത്തും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് സന്ദേശം എന്ന് പറഞ്ഞ സിനിമ അറിയാം, ശ്രീനിവാസന്റെ. അതെ, അതില് സഖാവായിട്ടുള്ള ശ്രീനിവാസൻ ആരും അറിയാതെ അമ്പലത്തിൽ പോവുകയും അമ്പലത്തിൽ പോകുമ്പം അദ്ദേഹത്തിന്റെ തന്നെ താത്വിക ആചാര്യനെയും രഹസ്യമായിട്ട് അമ്പലത്തിൽ. അതെ, എല്ലാവരും ഇങ്ങനെ വിശ്വാസികളും അതേപോലെ അമ്പലത്തിൽ പോകുന്നവരൊക്കെയാണ്. ഇത് തുറന്നു പറയുന്നതിൽ അവർക്ക് വലിയ ഒരു വൈക്ലഭ്യം. അതിലില്ലേ ആ വൈക്ലഭ്യം വരാനുള്ള കാരണം എന്ന് വെച്ചാൽ വലിയ തെറ്റിദ്ധാരണ ഫലത്താണ്. കാരണം എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ഭൗതികവാദികൾ ആവേണ്ട കാര്യമില്ലല്ലോ. അല്ല, അത് ഓക്കെ, നമുക്ക് ഈ ഭൗതികവാദി ആയി നിന്നുകൊണ്ട് തന്നെ ആധ്യാത്മികവാദി ആയിക്കൂടെ? അതെ തന്നെ, അതാണുള്ള ഒരു ശരിക്കും വൈരുദ്ധ്യാശ്രിത ഭൗതികവാദം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രോസസ്സ് അതാണ്. ശരിക്കും പറഞ്ഞത് നിങ്ങൾക്ക് ഭൗതികവാദിയാവുകയും ആത്മീയവാദിയാവുകയും ചെയ്യാം എന്നുള്ളത്. കാരണം ഭൗതികവാദം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൗതിക ലോകത്തിൻ്റെ ഫിസിക്കൽ വേൾഡിൻ്റെ ഒന്നാണ്. ഫിസിക്കൽ വേൾഡിന് അപ്പുറത്തൊരു മെറ്റാഫിസിക്സ് ഉണ്ട്. ആ മെറ്റാഫിസിക്സ് സാധാരണ ഫിലോസഫിക്കലായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ ഭൗതികാതീത ലോകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ്. കാരണം പലതും നമുക്ക് ഭൗതിക ലോകത്ത് കൊണ്ട് വ്യാഖ്യാനിക്കാനായിട്ട് പറ്റാത്ത സമയത്ത് നമ്മളൊരു സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അതാണ് ഈ ആത്മീയത ആയിട്ട് വരുന്നത്. ഭക്തി അതേപോലെ തന്നെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഞാൻ അല്ലാതെ പറയുകയാണ്. അല്ലാതെ തന്നെ ഈ ആത്മീയത ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്പേസ് അതാണ്. കാരണം എല്ലാം നമുക്ക് ഭൗതികമായ രീതിയിൽ തന്നെ കാണാനും വ്യാഖ്യാനിക്കാനും പറ്റില്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് അതീവമായ നിഗൂഢതകൾ നിറഞ്ഞ ഒരു ലോകമാണ്. അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതും മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടാകും. ഈ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ ഭൗതികം എന്ന നിലയ്ക്ക് നമ്മൾ ഉൾക്കൊണ്ടു പോകുന്നത്. മനസ്സിലാക്കാൻ പറ്റാത്തൊക്കെ ആത്മീയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ പോകുന്ന ഒരു നെറേറ്റീവ് അതിനുണ്ട്. ആ നെറേറ്റീവ് ആണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊക്കെ ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് കിടക്കുന്ന സമയത്ത് അത് മതവിശ്വാസമാണ്. മതവിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മളുടേതുപോലെയുള്ള ഒരു മൾട്ടി റിലീജിയസ് സൊസൈറ്റിക്കകത്ത് എല്ലാ മതവിശ്വാസങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വളർച്ചയും വികാസവും മനസ്സിനുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ആയിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും. അതിന് പകരം നിങ്ങളൊരു പ്രത്യേക മതവിശ്വാസിയാവുകയും ആ മതവിശ്വാസം നിങ്ങളെ മതാചാര പ്രക്രിയയിലേക്ക് കൊണ്ടുപോവുകയും നിങ്ങൾ ഒരു പ്രത്യേക കമ്പാർട്ട്മെൻറ്റിൽ മതസ്ഥരെ മുഴുവനും വെറുക്കുന്നവരൊക്കെ ആയി തീർന്നാൽ പിന്നെ അവർക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊരു പ്രശ്നം. എങ്ങനെയാണ് ഈ മനുഷ്യരുടെ ഇടയിൽ ഈ വിശ്വാസം വന്നതെന്ന് എനിക്കറിയില്ല. ഏത് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നിരീശ്വരവാദികളായിരിക്കണം എന്ന് പറയുന്നൊരു വിശ്വാസം എങ്ങനെ വന്നതെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നിരീശ്വരവാദികൾ എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് സമൂഹത്തിൽ.
സമൂഹത്തിൽ തന്നെ നമ്മളൊരു 100 പേരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 1-2 പേരെ നിരീശ്വരവാദി ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഈശ്വരവാദികളാണ്. എന്ന് വെച്ചാൽ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്തതൊക്കെ തന്നെ ഈശ്വരൻ്റെ തലയിൽ വെച്ച് ജീവിക്കുക എന്ന് പറയുന്നതാണ് മനുഷ്യന് എളുപ്പമായ കാര്യം. പഴയ കാലത്ത് നമ്മൾ അഗ്നിദേവൻ എന്ന് പറയുന്ന ആ അഗ്നി എന്ന് പറയുന്ന പ്രതിഭാസത്തെ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഒരു ദൈവമായിട്ട് അതിനെ കണക്കാക്കിയിരുന്നു. വരുണദേവൻ വെള്ളത്തിനെ ആരാധിക്കുന്നത്, എല്ലാത്തിനെ ആരാധിക്കുന്നുണ്ട്. കാരണം നമുക്കത് പൂർണ്ണമായി അന്ന് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് പല കാര്യങ്ങളും ശാസ്ത്രീയമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ വിശ്വാസത്തിൻ്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞതിനിടയിൽ പരമശിവന്റെ നെറുകയിൽ വസിക്കുന്ന ഒന്നാണല്ലോ. അവിടെ ഒരു മനുഷ്യൻ കാലുകുത്തുക എന്ന് പറഞ്ഞാൽ നീ എന്താ പരമശിവന്റെ നെറുകയിൽ ചവിട്ടോടാ എന്ന് വിശ്വാസം ചോദിക്കും. പക്ഷെ ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന തലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കും. ഇങ്ങനെ എത്ര മനസ്സിലാക്കിയാലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ടാകും. ആ സ്പേസാണ് നമ്മൾ ഈ ആത്മീയത എന്ന് പറയുന്ന സാധനത്തിനകത്ത് കൊടുക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇത് വ്യാഖ്യാനിക്കാനും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇവരൊക്കെ എന്തെന്നാ പഠിക്കുന്നത്, ഇവരെന്തെങ്കിലും മനസ്സിലാക്കണം, ഒന്നും മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് അവർ ഇതിന് കീഴടങ്ങി പെട്ടെന്ന് അതിൻ്റെ പോസ്റ്റൊക്കെ പിൻവലിച്ചിട്ടുണ്ടോ? എന്ത് കാര്യം? അവരെന്തിനാ പോസ്റ്റ് പിൻവലിക്കണ? ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന മുഴുവൻ പരിപാടികളല്ലേ ആളുകളുടെ. അതങ്ങനെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതൊരു ടൂറിസമാണ്, ഒരു പിൽഗ്രിം ടൂറിസമാണ് എന്ന് പറഞ്ഞ് അത് വ്യാഖ്യാനിക്കുകയും അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഇത്തരം വിഷയമില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവനും കാപട്യക്കാരാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് അതിൻ്റെ അകത്താണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊന്നും അപരിചിതമല്ല, അന്യമല്ല എന്ന് കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് പാടില്ലാത്തൊരു സാധനം എന്ന് പറയുന്നത് അവർ ഈ മതജാതി ബോധത്തിനകത്ത് പെട്ടുകിടക്കാൻ പാടില്ല എന്നാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസിയാകാന്നാണോ പറയുന്നത്? വിശ്വാസിയാവണേന് എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അത് എവിടുന്നാ മാഷെ രൂപപ്പെട്ടത്? അതാണ് പ്രശ്നം. അത് ഇവര് ഇപ്പോൾ ഉള്ള നേതാക്കളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എവിടെ നിന്നാണ് ഇത് രൂപപ്പെട്ടത്? ഇവരെന്ത് കാലം മാറിയ എന്താണ് വിശ്വാസം എന്ന് പറയാൻ? ആത്മീയത ഒരു തരം ആശയവാദമാണല്ലോ. ഈ വിശ്വാസത്തിന്റെ ഒരു പുതിയ നിർവചനം അവർ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ഇത് ചുമ്മാ നാട്ടിലുള്ള മുഴുവൻ ആളുകളും അന്ധവിശ്വാസികളൊക്കെ കയറി കമ്മ്യൂണിസ്റ്റുകാരനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പുറത്ത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? അവർക്കത് വിശദീകരിക്കാനായിട്ട് അറിയാൻ പാടില്ലേ? അവരങ്ങനെ പുതിയ തലമുറയെ കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പഠിപ്പിച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് ഒരാൾക്കൊരു കമ്മ്യൂണിസ്റ്റുകാരനാവുകയും ഈശ്വരവിശ്വാസിയാകാനും പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ പറ്റണം. ഈശ്വരവിശ്വാസത്തിന്റെ നിർവചനത്തിന്റെ പ്രശ്നമുണ്ട് അതിനകത്ത്. പലരും പറയുന്നത് പോലെ നിങ്ങളെന്താ ഈശ്വരനിൽ കാണുന്നത്? ഈശ്വരനിൽ കാണുന്നതെന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ ഒരു ചൈതന്യമാണോ അതിനകത്ത് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചത് അവസാനിച്ച്. അങ്ങനെയുള്ളൊരു ചൈതന്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഈ എല്ലാവിധമായിട്ടുള്ള നാണക്കേടും ഒഴിഞ്ഞു പോകുമെന്നാണ് ഞാൻ പറയുന്നത്. അതവരങ്ങനെ പഠിപ്പിക്കുകയും ആ രീതിയിൽ കാര്യങ്ങൾ കാണുകയും ഒക്കെ ചെയ്താൽ മാത്രം അവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അവർക്ക് അതിനകത്ത് മാത്രമല്ല രക്ഷപ്പെടാൻ പറ്റുന്നത്. അവർക്ക് അമ്പലക്കമ്മിറ്റികളിൽ കയറാം, പള്ളി കമ്മിറ്റികളിൽ കയറാം, എവിടെയും കയറാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കയറുന്ന ആ ഒരു സഖാവ് ഒരു കാരണവശാൽ ആ മതത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് അടിമയായി അടിമഭക്തനായിട്ട് മതവികാര തീവ്രത ഉൾക്കൊള്ളുന്ന ഒരു ജന്തുവായി മാറാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ മാറിയ പിന്നെ അവന് കമ്മ്യൂണിസത്തിൻ്റെ ഒരു ആശയത്തെയും ഉൾക്കൊള്ളാനായിട്ട്